നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കാവല്ലൂർ വീട്ടിക്കുന്നിൽ പ്രദേശവാസികൾക്ക് ഭീഷണിയായിരുന്ന മഹാളി കൂടുകൾ നശിപ്പിച്ചു. ടീം എമർജൻസി കേരള അംഗങ്ങളാണ് മഹാളി കടന്നലുകളെ തുരത്തി കൂടുകൾ നശിപ്പിച്ചത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കാവല്ലൂർ വീട്ടിക്കുന്നിൽ കഴിഞ്ഞ 30-ന് മഹാളി കടന്നലുകളുടെ കുത്തേറ്റ് വയോധിക മരിച്ചിരുന്നു. അയ്യങ്കോട് പുല്ലുത്തി തെക്കേപുരയ്ക്കൽ പരേതനായ രാഘവന്റെ ഭാര്യ കാർത്തിയായനിയാണ് മഹാളിയുടെ കുത്തേറ്റ് മരിച്ചത്. പച്ചിലകൾ പറിക്കാൻ സമീപത്തെ പറമ്പിലേക്ക് പോയ കാർത്തിയായനിയെ റബ്ബർ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന മഹാളികൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. കാർത്തിയായനിയുടെ ശരീരമാസകലം കുത്തേറ്റിരുന്നു. വീട്ടിക്കുന്നിൽ 2 പറമ്പുകളിലായി വലിയ 2 മഹാളിക്കൂടുകളാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർക്ക് മുഴുവൻ ആശങ്കയായ മഹാളിക്കൂടുകൾ നശിപ്പിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ വനം വകുപ്പിനെ സമീപിച്ചെങ്കിലും വനം വകുപ്പിനോ അഗ്നിശമന സേനയ്ക്കോ പോലീസിനോ കടന്നലിനെ നേരിടാൻ പരിശീലനമില്ലാത്തത് വെല്ലുവിളിയായിരുന്നു. തുടർന്നാണ് തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടീം എമർജൻസി കേരള അംഗങ്ങളായ ദിനേശ് ആമ്പല്ലൂർ, ലിജോമോൻ കള്ളായി എന്നിവരുടെ സഹായം തേടിയത്. ദൗത്യം ഏറ്റെടുത്ത ഇരുവരും ചേർന്ന് അതിസാഹസികമായി സുരക്ഷാ സംവിധാനങ്ങളോടെ തീ ഉപയോഗിച്ച് മഹാളി കടന്നലുകളെ തുരത്തിയ ശേഷം കൂടുകൾ നശിപ്പിക്കുകയായിരുന്നു. മറ്റത്തൂർ വാസുപുരത്ത് തോട്ടിലേക്ക് മറിഞ്ഞ കാർ ക്രെയിന്റെ സഹായത്തോടെ പുറത്തെടുത്തു. വാസുപുരം കുഞ്ഞക്കര റോഡിലെ കല്ലൻതോട് പാലത്തിന് സമീപം ഞായറാഴ്ച രാത്രി 8-ഓടെയായിരുന്നു അപകടം. കയ്പമംഗലം സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് ഒഴുക്കുള്ള തോട്ടിലേക്ക് വീണത്. അപകടം കണ്ട് തൊട്ടുപിന്നാലെ എത്തിയ മറ്റൊരു കാറിലെ യാത്രക്കാർ സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ സാഹസികമായി വെള്ളത്തിലിറങ്ങി കാറിലുണ്ടായിരുന്ന യുവാക്കളെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. തുടർന്ന് തോട്ടിൽ കിടന്നിരുന്ന കാർ ചൊവ്വാഴ്ച രാവിലെ ക്രെയിന്റെ സഹായത്തോടെയാണ് പുറത്തെടുത്തത്. കല്ലേറ്റുംകരയിൽ ബിരിയാണിക്കടയിൽ വെച്ച് യുവാക്കളെ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ആളൂർ സ്വദേശി ആനുരുളി വീട്ടിൽ സനീഷന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തറയിലക്കാട് സ്വദേശി തയ്യിൽ വീട്ടിൽ നിഖിൻ, പുല്ലൂർ മഠത്തിക്കര സ്വദേശി ഇളന്തോളി വീട്ടിൽ കിരൺ ബാബു, പുല്ലൂർ ആനുരുളി സ്വദേശി കുന്നത്തുപറമ്പിൽ വീട്ടിൽ അഭിരാം എന്നിവർ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന സമയം പ്രതികളുടെ ദേഹത്ത് തട്ടിയതിനെ തുടർന്നാണ് ഇവരെ പ്രതികൾ അസഭ്യം പറയുകയും നിഖിനെയും കിരൺ ബാബുവിനെയും കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. 2026 ജൂലൈ 28-ന് വൈകിട്ട് 3:15-ഓടെ കല്ലറ്റുംകര മുസ്ലിം പള്ളിക്ക് സമീപത്തുള്ള വയനാടൻ ബിരിയാണി കടയിൽ വെച്ചായിരുന്നു സംഭവം. സംഭവത്തിനു ശേഷം സ്ഥലത്ത് നിന്ന് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആളൂർ മാളാവഴി ജംഗ്ഷൻ സമീപം വെച്ച് പ്രതികൾ വാഹനാപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലായിരുന്ന ബെഞ്ചമിനെ ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ആളൂർ പോലീസ് സ്റ്റേഷൻ SI അമൽ ജോയും സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത്. ലഹരിമരുന്ന് കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ അക്ഷയ് അമ്പാടിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA എന്നിവയുമായി അറസ്റ്റിലായ 17 ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ കുപ്രസിദ്ധ ഗുണ്ട അക്ഷയ് അമ്പാടിയെ കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസക്കാലത്തേക്ക് ജയിലിലാക്കി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡിയുമായ പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശി മുണ്ടോലി വീട്ടിൽ അമ്പാടി എന്ന് വിളിക്കുന്ന അക്ഷയ് എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രനാണ് കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അക്ഷയ് അമ്പാടി 17 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 2026 ജൂൺ 3-ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA എന്നിവ സഹിതം അക്ഷയ് അമ്പാടിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ഇരിങ്ങാലക്കുട സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് അക്ഷയ് അമ്പാടി. ഇയാൾ ജാമ്യത്തിലിറങ്ങുന്നതിന് മുൻപായിട്ടാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് കൂടി തടവിലാക്കുന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SHO C രമേശ്, SCPO ജിജോ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. അന്തിക്കാട് 2 മാസം മുൻപുണ്ടായ വാക്കുതർക്കത്തിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊടുവാൾ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും സുഹൃത്തിന് നേരെ കളിത്തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ.
പെരിങ്ങോട്ടുകര താനൂം സ്വദേശികളായ സിംഗാരത്തോപ്പിൽ വീട്ടിൽ ജോൺസൺ, സഹോദരൻ വിജയ് എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ജോൺസൺ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. ഓഗസ്റ്റ് 2 ഉച്ചയ്ക്ക് 2:45 പെരിങ്ങോട്ടുകര പാലസ് ബാറിൽ വെച്ചായിരുന്നു സംഭവം. താനൂം സ്വദേശിയായ ആത്തുകൊടുത്ത് വീട്ടിൽ ജിതിൻ്റെ സുഹൃത്തും ജോൺസണും തമ്മിൽ 2 മാസങ്ങൾക്ക് മുൻപ് വാക്കുതർക്കമുണ്ടായിരുന്നു. അന്നേ ദിവസം ഈ വിഷയം ജിതിൻ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ബാറിൽ വെച്ച് ജിതിനെ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച പ്രതികൾ തടയാൻ ശ്രമിച്ച ജിതിൻ്റെ സുഹൃത്തിന് നേരെ കളിത്തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജോൺസൺ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കവർച്ചാ കേസുകളിലും പെരിങ്ങോട്ടുകര പാലസ് ബാറിൽ അതിക്രമം കാണിച്ച് 30,000 രൂപയുടെ നഷ്ടം വരുത്തിയ കേസിലുമടക്കം 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണവും ആമ്പല്ലൂരിൽ നടത്തി. AIKS ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡല സെക്രട്ടറി TN മുകുന്ദൻ, CPI പുതുക്കാട് മണ്ഡല സെക്രട്ടറി CU പ്രിയൻ, സിബി സുരേഷ്, CK ആനന്ദകുമാരൻ, മധു വാര്യർ എന്നിവർ പ്രസംഗിച്ചു. കൊടകരയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഗ്രാൻഡ് വെഡ്ഡിങ്സ് 1ാം വാർഷികാഘോഷ നിറവിൽ. വാർഷികാഘോഷ ചടങ്ങിൽ സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാരായ TK ശ്രീകുമാർ, VB സുരേഷ് ബാബു, TS നസീർ, TV വാസ്മിത്ത, കൊടകരയിലെ ആദ്യകാല വ്യാപാരി KR ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു. പാർട്ട്ണർമാരും ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ചു. തൃശൂർ ജില്ലയിൽ തന്നെ വിലക്കുറവിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്ന സ്ഥാപനമെന്ന പേരുകേട്ട ഗ്രാൻഡ് വെഡ്ഡിങ്സിൽ ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ ശ്രേണിയിലുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ നൽകുന്നത് കൂടാതെ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ സ്ഥാപനത്തിൽ പർച്ചേസ് നടത്തുന്നവർക്ക് തൂഫാൻ സെയിൽ എന്ന പേരിൽ സർപ്രൈസും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് വെഡ്ഡിങ്സിൽ പർച്ചേസിനെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് നമ്മളുടെ ഇപ്പോൾ 98% സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ നമ്മുടെ സർവീസ് കൊടുത്ത് നമ്മുടെ വിലക്കുറവ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതാത് കൗണ്ടറുകളിൽ തിരക്ക് വരുമ്പോൾ മറ്റുള്ള കൗണ്ടറുകളിൽ തിരക്ക് ഇല്ലാത്ത ആൾക്കാർ അങ്ങോട്ട് മാറിയിട്ടൊക്കെ ചെയ്യണം. എന്നാലേ നമുക്കൊരു മറ്റവർക്കും കൂടി സപ്പോർട്ട്, തിരക്കുള്ള ഭാഗത്ത് സപ്പോർട്ട് കൊടുക്കണം നമ്മൾ നല്ല രീതിയിൽ. ഇന്ന് 1ാം വർഷമാണ്. 1ാം വർഷത്തിനോടനുബന്ധിച്ച് നിങ്ങളെ ഒന്ന് ആശംസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇന്ന് രാവിലെയാണ് വിളിച്ചത്. പക്ഷേ ഇന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. നാളെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് എത്താൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പം അതും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണും. എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഒരു ശ്രീകുമാറിൻ്റെയോ നസീറിൻ്റെയോ ഒരു പാർട്ട്ണർമാരല്ല, അവിടെ ഉടമസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഈ സ്റ്റാഫുകളാണ് ഇത് വളർത്തേണ്ടത് എന്ന കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ വാർഷിക ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. പിന്നെ നമ്മൾ സ്റ്റാഫുകൾ എല്ലാവരും ഇപ്പോൾ 1 വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാവരുടെയും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ എല്ലാവരുടെയും അറിയാം ഗ്രാൻഡ് വെഡ്ഡിങ്സ്. ഇപ്പോൾ ഈ മേഖലയിലൊക്കെയും ഒരുപാട് കസ്റ്റമേഴ്സ്, നമുക്കിപ്പോൾ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 1 വർഷക്കാലം കൊണ്ട് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്.
കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,200 രൂപ, പവന് 1,05,600 രൂപ. മുപ്ലിയം പുതുപ്പള്ളി ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്ദിരയാണ് ഭാര്യ. ശ്രീജ, ശ്രീജിത്ത് എന്നിവർ മക്കളും മഞ്ജു, സുരേഷ് എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ പുത്തൂര് കുളങ്ങര ജേക്കബ് ഭാര്യ സെലീന അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പോളി, സിസ്റ്റർ അർച്ചന, ലീന, ആന്റണി, ലിയോൺസ്, സിസ്റ്റർ ആരാധന, മെലീറ്റ എന്നിവർ മക്കളും ലിസി, റാഫേൽ, ഷീല, ആൻഡോ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.